ഹായ് ഫ്രണ്ട്സ്, ബസ് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഓപ്ഷൻ ബേസ്ഡ് ഉള്ള സ്ട്രാറ്റജീസ് കൊണ്ടുള്ള ബെനിഫിറ്റ്? ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ടല്ലേ, നമ്മൾ നേക്കഡായിട്ടൊരു ബൈയിങ് എടുത്ത് വെക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ എസ് എൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് പലപ്പോഴും കാണാറുണ്ട്. ചില സമയത്തെങ്കിലും നമ്മൾ എസ് എൽ അതുകൊണ്ട് ഒഴിവാക്കി വെക്കാറും ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ബിഗ് ലോസിലേക്ക് അത് എത്തിക്കാറും സാധ്യത ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ലോസ് ലിമിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. മാർക്കറ്റിൽ എത്ര വേസ്റ്റ് സിറ്റുവേഷൻ വന്നാലും നമ്മുടെ ലോസ് ഇതിനകത്ത് ലിമിറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ പ്രോഫിറ്റ് നമുക്ക് ലിമിറ്റഡ് ആണ്. ഈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാക്കി അതിനനുസരിച്ച് തന്നെ നമ്മുടെ ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്ട്രാറ്റജീസ് സഹായിക്കും. ഇതിനകത്ത് സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റിന് പല കണ്ടീഷൻസ് ഉണ്ടാവും അല്ലേ. ഒന്നുകിൽ ബെയറിഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ബുള്ളിഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റേഞ്ചിലായിരിക്കാം. അപ്പോൾ ഈ ഒരു 3 സിനാരിയോയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇതിനകത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്കത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലോസ് നമുക്ക് അഫോർഡബിൾ ആണ് എന്ന് തോന്നുന്ന അത്രയും സമയം വരെ നമുക്കത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ആണെങ്കിലും ബെയറിഷ് ആണെങ്കിലും ഈ പറഞ്ഞ കണക്ക് റേഞ്ച് ആണെങ്കിലും അതിൻ്റെതായ സ്ട്രാറ്റജീസ് തന്നെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കിന്ന് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്സ്ട്രേ ആണ്. അപ്പോൾ ഓപ്സ്ട്രയിൽ നമുക്ക് സ്ട്രാറ്റജി ബിൽഡറിനകത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സ്ട്രാറ്റജി ബിൽഡർ എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ, അതേപോലെ തന്നെ സ്പ്രെഡ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ അതിനോടൊപ്പം തന്നെ അയൺ ഫ്ലൈയും അയൺ കൗണ്ടറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് അടുത്തടുത്ത് വരുന്ന ഓരോ സ്ട്രാറ്റജീസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു പോകാവുന്നതാണ്. നമ്മൾ ആദ്യമേ സ്പ്രെഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. സ്പ്രെഡിൽ തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് കാൾ സ്പ്രെഡും മറ്റൊന്ന് പുട്ട് സ്പ്രെഡും. സ്പ്രെഡിൽ വരുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒന്ന് 2 ലെഗുകളാണ് വരുന്നത്. ഒരു ബൈ ലേക്കും മറ്റൊന്ന് സെൽ ലേക്കും. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോട്ടിൽ തന്നെ 3-4 ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊരു ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. അതിനുശേഷം നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഗ്രാഫ് വരച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പ്രെഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് കാൾ സ്പ്രെഡും മറ്റൊന്ന് പുട്ട് സ്പ്രെഡും. അപ്പോൾ കോൾ സ്പ്രെഡിനെ തന്നെ നമുക്ക് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് ബുൾ കോൾ സ്പ്രെഡും മറ്റൊന്ന് ബെയർ കോൾ സ്പ്രെഡും. അപ്പോൾ ബുൾ കോൾ സ്പ്രെഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ബുൾ കോൾ സ്പ്രെഡ് ട്രൈ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിലും ബെയർ കോൾ സ്പ്രെഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി പുട്ട് സ്പ്രെഡിലേക്ക് വരുന്ന സമയത്ത് അവിടെയും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുൾ കോൾ സ്പ്രെഡ് ട്രൈ ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുൾ കോൾ സ്പ്രെഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ബുൾ പുട്ട് സ്പ്രെഡ് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രീനിലും റെഡിലും കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ബുള്ളിഷ് മാർക്കറ്റിൽ യൂസ് ചെയ്യേണ്ടതെന്ന്, ഏതൊക്കെയാണ് ബെയറിഷ് മാർക്കറ്റിൽ യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ താഴെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അതിനുശേഷം നിങ്ങളൊന്ന് വായിച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. വളരെ എൻ്റെതായ രീതിയിൽ ചെറിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബുൾ കോൾ സ്പ്രെഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് അതിന് താഴെയുള്ള ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് ഒരു ബുൾ കോൾ സ്പ്രെഡിൽ ചെയ്യുന്നത്. ബെയർ കോൾ സ്പ്രെഡിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തതിനു ശേഷം അതിനേക്കാൾ കുറഞ്ഞ പ്രീമിയം ഉള്ള ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് നമ്മൾ ബെയർ കോൾ സ്പ്രെഡിൽ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴും അതേപോലെ തന്നെയാണ്. ഒരു സെൽ ഓപ്ഷൻ, ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് അതിനേക്കാൾ കുറഞ്ഞ പ്രീമിയം ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് നമ്മൾ ബുൾ പുട്ട് സ്പ്രെഡിൽ ട്രൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബെയറിഷ് മാർക്കറ്റിൽ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തതിന് ശേഷം ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് നമ്മൾ ഒരു ബെയർ പുട്ട് സ്പ്രെഡിൽ ട്രൈ ചെയ്യുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് സ്പ്രെഡും അതേപോലെ തന്നെ ബുൾ പുട്ട് സ്പ്രെഡും ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബെയർ കോൾ സ്പ്രെഡും ബെയർ പുട്ട് സ്പ്രെഡ് ബെയറിഷ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു സ്പ്രെഡ് എങ്ങനെയാണ് ട്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് ഒരു നമുക്കൊരു ബെയർ കോൾ സ്പ്രെഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാണ് 17,300 ഒരു കോൾ ഓപ്ഷൻ ഞാനിവിടെ സെല്ല് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ആക്റ്റീവായിട്ട്, അതായത് എനിക്ക് പ്രോഫിറ്റ് തരുന്ന ലെഗ് ഈ ഒരു സെൽ ലെഗ് ആയിരിക്കും. ഞാനിവിടെ ആഡ് പൊസിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 400ൻ്റെ
കോൾ ഓപ്ഷൻ ബൈ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഈ ഒരു ഗ്രാഫ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് മാക്സിമം ഏൺ ചെയ്യാവുന്ന പ്രോഫിറ്റും അതേപോലെ തന്നെ മാക്സിമം നമുക്ക് വരാവുന്ന ലോസും എല്ലാം നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് മാക്സ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് 4420 രൂപയാണ്. മാർക്കറ്റ് ഇനി എത്ര താഴെ പോയാലും എനിക്ക് ഈ ഒരു എമൗണ്ട് മാത്രമേ ഇതിനകത്ത് നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി മാക്സിമം എനിക്ക് ഉണ്ടാവാൻ പോകുന്ന ലോസ് എന്ന് പറയുന്നത് 550 രൂപയാണ്. മാർക്കറ്റ് ഇനി എത്ര മേളിലേക്ക് പോയാലും, അത് ഞാൻ എടുത്ത ട്രേഡിന് എഗെയിൻസ്റ്റ് പോയാലും എനിക്ക് 580 രൂപയാണ് മാക്സിമം വരാവുന്ന ലോസ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ വ്യാഴാഴ്ച വരെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഈ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്നത് ഒരു സെൽ ലെഗും അതേപോലെ തന്നെ ഒരു ബൈ ലെഗും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാൻ നമുക്ക് വരുന്ന പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 23,000 രൂപയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രെഡ് എടുക്കാൻ വേണ്ടി മാക്സിമം വേണ്ടി വരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 റുപ്പീസാണ്. ഈ പറയുന്ന കണക്ക് സെല്ല് വരുന്നതുകൊണ്ട് തന്നെ 1 ലാക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരുന്നില്ല. നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാർജിൻ അല്ലെങ്കിൽ നമ്മുടെ ലോസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രോക്കർ ഈ ഒരു ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബെയർ കോൾ സ്പ്രെഡാണ്. അതായത് ഞാനൊരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പ്രെഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇത് റീസെറ്റ് ചെയ്യട്ടെ. ഇവിടെ നമുക്ക് സ്പ്രെഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓപ്സ്ട്ര തന്നെ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് കാണിച്ചു തരും. നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് ഞാൻ പേഴ്സണലി പറയാറുള്ളത്. കാരണം ഒരു അനാലിസിസ് ഉണ്ടായാൽ മാത്രമേ നമ്മളെടുത്ത എന്തിനാണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവുള്ളൂ. എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ തന്നെ ട്രേഡ് എടുത്ത് നോക്കുക. അല്ല നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കോൾ സ്പ്രെഡാണ്. കോൾ സ്പ്രെഡ് ബൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് ഞാൻ ബൈ കൊടുക്കുകയാണ്. നമുക്കിവിടെ ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് മാക്സിമം ഏൺ ചെയ്യാവുന്ന പ്രോഫിറ്റും ലോസും ഒക്കെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. മാക്സിമം നമുക്ക് വരാവുന്ന ലോസ് എന്ന് പറയുന്നത് 1700 രൂപയാണ്. മാക്സിമം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3292 രൂപയാണ് നമുക്ക് മാക്സിമം ഏൺ ചെയ്യാവുന്ന പ്രോഫിറ്റ്. ഈ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കി 17,600 രൂപ മതി നമുക്ക് ഈ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്റ്റിമേറ്റഡ് ആണ് കേട്ടോ. ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ വന്നിരിക്കാം. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പ്രെഡ് എടുക്കാൻ വേണ്ടി നിങ്ങളുടെ അക്കൗണ്ടിൽ 30,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പേപ്പർ ട്രേഡ് തന്നെ നിങ്ങൾ ആദ്യമേ ട്രൈ ചെയ്ത് നോക്കുക. പേപ്പർ ട്രേഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുത്ത് ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ സേവ് ദ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് പേപ്പർ ട്രേഡ് എന്ന് പറഞ്ഞ പേപ്പർ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡ് ഇവിടെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഏൺ ചെയ്ത പ്രോഫിറ്റ് ലോസും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അനലൈസ് ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിവിടെ കാണാൻ സാധിക്കും. ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കെ നമുക്ക് ചാർട്ടിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയേക്കാം. നമ്മൾ എടുത്ത സ്ട്രാറ്റജീസിൽ ഏത് പോയിന്റിൽ നിന്നാണോ മാർക്കറ്റ് മേളിലേക്കോ താഴേക്കോ പോകുന്നത്, അതായത് നമുക്ക് പ്രോഫിറ്റ് ലോസും തരുന്നത്, അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ വ്യൂവിന് സെയിം ഡയറക്ഷനിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റും, എഗെയിൻസ്റ്റ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലോസും നമുക്ക് തരാനുള്ള സാധ്യത, നമുക്ക് ലോസും തരും എന്നതാണ് ഈ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 17,685. ഇവിടെ നമുക്ക് ഇപ്പോൾ ഇത് നമുക്ക് ചാർട്ടിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് നോക്കുന്ന സമയത്ത് എവിടെ എത്തി എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സ്പ്രെഡ് എന്താണെന്ന് നിങ്ങൾ ആദ്യമേ പഠിക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത സ്ട്രാറ്റജീസ് നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ബിഗിനർ എന്നുള്ള രീതിയിൽ ഏറ്റവും ആദ്യമേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ നേക്കഡായിട്ട് ബൈയും കാര്യങ്ങളും ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സ്ട്രാറ്റജീസും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പറഞ്ഞ പൊസിഷൻ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. കാരണം നമുക്ക് വരുന്ന ലോസ്, മാക്സിമം വരാവുന്ന ലോസ് നമുക്ക് അറിയാം. പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ല. ഈ ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്നതിനകത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പേപ്പർ ട്രേഡ് തന്നെ
ട്രൈ ചെയ്യുക. കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് സ്പ്രെഡൊന്നും ഒന്ന് തറവായതിനു ശേഷം നിങ്ങൾ റിയൽ പോർട്ട്ഫോളിയോയിലേക്ക് ചെയ്യാവുന്നതാണ്. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ടെലഗ്രാം ചാനലിൽ കമൻറ്റ് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു സ്ട്രാറ്റജീസുമായിട്ട് കാണാം. ബൈ. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്.